അമേരിക്ക തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ തിരിച്ചടിയുടെ തന്ത്രം മാറ്റിയിരിക്കുകയാണ് ഇറാൻ. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇറാൻ ഞായറാഴ്ച നടത്തിയത്. ഇതുവരെ ഉപയോഗിക്കാത്ത ശക്തമായ ഖൈബർ 4 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തെൽ അവീവ്, ജെറുസലേം, ഹൈഫ നഗരങ്ങളെ വിറപ്പിച്ചു. മധ്യ വടക്കൻ ഇസ്രയേലിൽ നിരന്തരം മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങി. 40-ലേറെ മിസൈലുകളാണ് ഞായറാഴ്ച ഇറാൻ തൊടുത്തുവിട്ടത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളിലെ ഏറ്റവും ഭാരമേറിയതാണ് ഖൊറോം ഷഹർ 4 അഥവാ ഖൈബർ 4. 1980-കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ കനത്ത പോരാട്ടത്തിന് വേദിയായ ഇറാൻ നഗരമായ ഖൊറാം ഷഹറിന്റെ പേരാണ് ഈ മിസൈലിന് നൽകിയിരിക്കുന്നത്. ഖൈബർ എന്ന പേരിലും ഈ മിസൈൽ പിന്നീട് അറിയപ്പെട്ടു. 7-ാം നൂറ്റാണ്ടിൽ പിടിച്ചടക്കിയ ഇന്നത്തെ സൗദി അറേബ്യയിലുള്ള ഒരു ജൂതക്കോട്ടയുടെ പേരാണ് ഖൈബർ. അന്തരീക്ഷത്തിന് പുറത്ത് മാക് 16-ന്റെയും റീ എൻട്രിയിൽ മാക് 8-ന്റെയും വേഗം കൈവരിക്കാനാവുന്നതാണ് ഖൊറാം ഷഹർ 4 മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2000 കിലോമീറ്റർ പരിധിയിൽ ഈ മിസൈലിന് 2500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും എന്നും വിലയിരുത്തലുകളുണ്ട്. 1500 കിലോഗ്രാം അല്ല, 1800 കിലോഗ്രാം വരെ ആയുധം വഹിക്കാൻ ശേഷിയുണ്ട് എന്നും പറയപ്പെടുന്നു. അതേസമയം അമേരിക്കയുടെ ആക്രമണത്തിനെതിരെ ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തിയിട്ടുണ്ട്. സയനിസ്റ്റ് ശത്രു ഒരു വലിയ തെറ്റ് ചെയ്തുവെന്നും അതിന് ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പ്രധാന സൗഹൃദ കക്ഷികളിൽ ഒരാളും ലോകത്തിലെ പ്രമുഖ സൈനിക ശക്തികളിൽ ഒന്നുമായ റഷ്യ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാണ് എന്നും ലോക മേഖലാ സുരക്ഷയെ ബാധിക്കുന്ന നീക്കം ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുമാണ് റഷ്യ അഭിപ്രായപ്പെട്ടത്. ഇറാനെ വർഷങ്ങളായി പിന്തുണയ്ക്കുന്ന രാജ്യമാണ് റഷ്യ. നിലവിലെ സംഘർഷത്തിലും റഷ്യയുടെ പിന്തുണ പലപ്പോഴായി ഇറാന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാന് ഏത് തരത്തിലുള്ള പിന്തുണയാവും റഷ്യ നൽകുക എന്ന് കണ്ടറിയേണ്ടതാണ്. കാരണം ഇസ്രയേലിനെ പെട്ടെന്നൊന്നും റഷ്യയ്ക്ക് പിണക്കാനാകില്ല. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന 15 ലക്ഷത്തോളം ആളുകൾ ഇസ്രയേലിലുണ്ട്. പഴയ സോവിയറ്റ് യൂണിയന്റെയും റഷ്യയുടെയും ഭാഗമായിരുന്ന ആളുകളാണ് ഇവർ. പുടിൻ ഒരിക്കൽ ഇസ്രയേലിനെ വിശേഷിപ്പിച്ചത് തന്നെ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന രാജ്യമെന്നാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ റഷ്യ സൈനികമായി ഇടപെടില്ല എന്നാണ് പ്രസിഡന്റ് പുടിൻ നേരത്തെ വ്യക്തമാക്കിയത്. റഷ്യയാകട്ടെ നിലവിൽ ഉക്രൈനിൽ സൈനിക നടപടികൾ തുടരുകയുമാണ്. അതുമാത്രമല്ല, നിലവിലെ പ്രശ്നത്തിന് ഒരു സൈനിക പരിഹാരമില്ലെന്നാണ് പുടിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ഇന്ന് നടത്തുന്ന കൂടിക്കാഴ്ചയെ ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. പുടിൻ മധ്യസ്ഥനായി ഇടപെടുമെന്നും ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ട്രംപിന് മുന്നിൽ നിർദ്ദേശങ്ങൾ വെക്കുമെന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം അമേരിക്കൻ ആക്രമണങ്ങളെ തുടർന്ന് ഇറാനിലെ സംഭവവികാസങ്ങൾ സൗദി അറേബ്യ വലിയ ആശങ്കയോടെയാണ് കാണുന്നത്. സംയമനം പാലിക്കാനും സംഘർഷം കുറയ്ക്കാനും എല്ലാ ശ്രമങ്ങളും നടത്തണം. പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ പരിഹാരത്തിലെത്താൻ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് സൗദി അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ സംഘർഷം ഉടനടി അവസാനിപ്പിക്കണമെന്നാണ് UAE ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവർത്തിച്ചുള്ള യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും വിപത്തിൽ നിന്ന് മേഖലയെയും ജനങ്ങളെയും ഒഴിവാക്കി സമഗ്ര പരിഹാരത്തിന് ശ്രമങ്ങൾ ശക്തമാക്കാൻ UAE ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അമേരിക്ക നടത്തിയ ആക്രമണങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും ആശങ്ക പ്രകടിപ്പിച്ചു. മേഖലയിലെ നിലവിലുള്ള അപകടകരമായ സംഘർഷം പ്രാദേശികമായും അന്തർദേശീയ തലത്തിലും വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകളിൽ മധ്യസ്ഥത വഹിച്ചിരുന്ന ഒമാൻ US ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയാണ് ചെയ്തത്. സംഘർഷം ലഘൂകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. US-ഉം ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ നടത്തുന്നതിനും പ്രാദേശിക ശ്രമങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരണമെന്നുമാണ് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിനിടെ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുന്നതിൽ തനിക്ക് അനുകൂല നിലപാടാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ഭരണമാറ്റം എന്ന പദപ്രയോഗം ശരിയല്ല. എന്നാൽ നിലവിലെ ഭരണകൂടത്തിന് ഇറാനെ വീണ്ടും മഹത്തരമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഭരണമാറ്റം ഉണ്ടായിക്കൂടാ എന്നാണ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ഇറാനിൽ ഭരണമാറ്റമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ട്വീറ്റുമെന്നത് ശ്രദ്ധേയമാണ്.